പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഗവൺമെൻറ് ജോലിക്കാരെ മാത്രം മതി എന്ന് പറയുന്ന പെണ്ണുങ്ങൾക്കുള്ളൊരു മറുപടി കേട്ടോ. ഞങ്ങൾ ഈ നാട്ടിൽ കൂലിപ്പണിക്കുന്ന ആൾക്കാരില്ലേ, അവരിലേറെ രാജാവായിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഇങ്ങനെ പറയുന്ന ആളുകൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ അച്ഛനും അവരുടെ ആങ്ങളമാരൊക്കെ പണിക്കുന്ന പണികൾ ഒന്ന് നോക്കണം. ഒരു കല്യാണം അന്വേഷിച്ച് ചെല്ലുമ്പോഴേ, എൻ്റെ കാര്യമല്ല കേട്ടോ പറയണേ, ഞാൻ കെട്ടി 2 കുട്ടികളായിരുന്നു. അപ്പോൾ ഒരു കല്യാണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഗവൺമെൻറ് ജോലിക്കാരെ ഒന്ന് പറ്റൂ എന്ന് പറയുന്ന പെണ്ണുങ്ങൾ അവനവൻ്റെ വീട്ടിലെ സ്ഥിതികളൊന്ന് നോക്കുക. പിന്നെ ഈ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ കൂലിപ്പണിയാണെങ്കിലും അടിപൊളിയായിട്ട് നാട്ടിൽ അന്തസ്സോടെയാണ് ജീവിക്കുന്നത് അല്ലേ. പക്ഷെ പെൻഷനൊന്നും കിട്ടൂല. പെൻഷൻ കിട്ടിയിട്ട് നമ്മൾ ഡെഡായിട്ട് പെൻഷൻ കിട്ടുമെന്ന് കരുതിയാണ്ടൊന്നും നിൽക്കണ്ട. ഉള്ളിടത്തോളം കാലം രാജകുമാരിയായിട്ട് കൊണ്ടു കൊടുക്കും കുട്ടികളെയും പെണ്ണുങ്ങളെയൊക്കെ. അപ്പോൾ അതൊന്ന് ചിന്തിക്കുക കേട്ടോ. എല്ലാ പെണ്ണുങ്ങളും പെൺകുട്ടികളും ഗവൺമെൻറ് ജോലിക്കാരെ മതി എന്ന് പറയുന്ന ആളുകൾ അവരവരെ വീട്ടിലെ അല്ലെങ്കിൽ അവരവരെ കുടുംബത്തിലൊക്കെ ഒരു ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കും ഇതേപോലുള്ളൊരു പെണ്ണ് കരച്ചിൽ വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് എൻ്റെ നാട്ടിലുണ്ട് പെണ്ണ് കിട്ടാത്തത്, ഗവൺമെൻറ് ജോലിക്കാരെ മതി എന്ന് പറയണേ. അപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് എന്താ ഞങ്ങളങ്ങനത്തെ പോലെ പണികളൊക്കെ അവർക്ക് ഭയങ്കര പുച്ഛാണ്. ഞങ്ങൾ ഒരു ഗവൺമെൻറ് ജോലിക്കാരെ ഉണ്ടാക്കുന്നേറെ ചിലപ്പോൾ പൈസ ഞങ്ങൾ ഉണ്ടാക്കുന്നു, പക്ഷെ കുറച്ച് ചളിയും പൊടിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇത് നോർമലി ഇരുന്നോട്ടെ. ഓക്കെ, ബൈ.